അപ്പോൾ ഞാനിത് അവിടെ നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കണം. കറി നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു കുറുമ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ട് പീച്ച് ചെയ്ത് അതിൻ്റെ മേലേക്ക് കൊണ്ടുപോയി വെച്ച് ആവിയേറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കേട്ടോ നൂൽപുട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ട്രിപ്പ് തന്നെ മതിയാവും നമുക്ക്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, ഒരു തട്ടുക്കും കൂടെ ഉള്ളതുണ്ട്. അപ്പോൾ ഇത് വേവട്ടെ ആദ്യം, എന്നിട്ട് പിന്നെ അത് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അരിയൊക്കെ കഴുകി കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ചോറും അവിടെ കണ്ടിട്ട് അങ്ങനെ വേവട്ടെ, അടുത്ത് തീയൊക്കെ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതാ ഞാനൊരു കടായിക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എരിവിന്. വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഹോം ഷോപ്പിലത്തെ കുറുമ മസാല ഉണ്ട്. ആ ഒരു കുറുമ മസാല മാത്രം കേട്ടോ ഞാൻ അതിക്ക് വേറെ പൊടികളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറുമ മസാല ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് തന്നെ ഉണ്ടാവും എരിവൊക്കെ. എന്നാലും ഞാൻ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ 2 സ്പൂൺ കുറുമ മസാല ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്കൂട്ടിൻ്റെ കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിക്ക് വേറെ ഒന്നും തരേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേവിച്ചുടച്ചിട്ട് ഈ ഒരു കുറുമ മസാലയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് വന്നതാണല്ലോ, പിന്നെ ആ ഒരു പച്ചമുളകും വന്നിട്ടണം. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത കുറുമ മസാലിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിനി. അങ്ങനെ ആ ഒരു തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. തേങ്ങാപ്പാൽ കറിക്ക് ഒഴിച്ച് കൊടുത്താൽ പിന്നെ വേഗം ഇങ്ങനെ തിളപ്പിച്ചെടുക്കരുത്. ഇതേപോലെ തിളക്കാനേക്കാതെ കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി ഇങ്ങനെ വെട്ടി തിളക്കുകയാണെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആ ഒരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു തിള വരുവോളം സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് തിള വന്നപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നൂൽപുട്ടും അതേപോലെ തന്നെ കുറുമക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഞാൻ എപ്പോഴും പറയില്ലേ, തൂമിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. കറി ഇതേപോലെ വറവിട്ടെടുത്താൽ അപ്പോൾ തന്നെ ഇളക്കരുത്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെയും കടുകിൻ്റെയും കറിവേപ്പിൻ്റെയും ആ ഒരു ഫ്ലേവർ കറിക്ക് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കാര്യം കറി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈഫ് കുട്ടിയാണ്. അപ്പോൾ ഞാൻ കൊടുത്തത് ഒരു 2-3 നൂൽപുട്ടും കുറച്ച് കുറുമക്കറിയൊക്കെ ഒരു പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പക്ക് ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐഫുട്ടിക്ക് ചായ കൊടുത്തിട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുറുമക്കറി. അധികം കുട്ടികൾക്ക് ഇഷ്ടമായി അങ്ങനത്തെ കറി, എരിവൊന്നും വല്ലാതെ ഉണ്ടാവില്ലല്ലോ, പാകത്തെ എരിവൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇനി ഗ്രീൻ പീസൊക്കെ വേവിച്ചിട്ട് അയക്കൂ ഇതേപോലെ ഒരു സ്പൂൺ കുറുമ മസാലയൊക്കെ ചേർത്തിട്ട് കടുക് വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കറിയാവും. അപ്പോൾ ഈ ഒരു കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാൻ ഒരു പേടിയില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം, നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കും ചെയ്യാം.